നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് എവിടെയാണ് പാളിപ്പോയതെന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ കാണാനിരുന്നത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. ഇങ്ങനെയുള്ള സെലിബ്രേറ്റഡ് സംവിധായകർക്ക് പാളി എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ ആ മിസ്റ്റേക്ക് എവിടെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ. അത് തന്നെ. എന്നിട്ട് സിനിമയ്ക്ക് ഒടുക്കത്തെ ലാഗാണ്, കഥയില്ല, മാസ് ഇല്ല, ഡയലോഗ്സ് ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. എല്ലാവരും നാടകീയ അഭിനയമായിരുന്നു, ബാലെ കാണുന്ന പോലെയുണ്ട്. ഇതൊക്കെയാണ് സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ സിനിമയെ കുറിച്ച് കേട്ട കുറ്റങ്ങൾ. ചെയ്തു വെച്ച സാധനം, അതായത് ഇത്ര ഭീകരമായിട്ട് ഇതൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കണ്ടേ. കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂവിൽ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്ന പ്രയോഗം തനിക്ക് ഇഷ്ടമല്ലെന്നും അത് ചിലർ എന്തോ വലിയ സംഭവം, മറ്റുള്ളവർ അത്ര പോരാ എന്ന് സിനിമയുടെ സംവിധായകൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ എന്താ സിനിമയും പ്രേക്ഷകരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായത് എന്നാണ്. തികച്ചും കോംപ്ലക്സ് ആയ, ഇതുവരെ അങ്ങനെ അധികം കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കഥ. പല സംഭവങ്ങള് സീന് കട്ടെടുത്തതുപോലെ. അതിനൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അവർ ആ സിനിമ ആദ്യം കാണുന്നതെങ്കിൽ സിനിമയുടെ ഗതി ദയനീയമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വേണ്ടു എന്നൊരു മുൻധാരണ മാറ്റിവെച്ച് സിനിമകൾ കാണാനുള്ള ഒരു മനസ്സ് വ്യത്യസ്തമായ സിനിമകൾ കാണുന്നതിലൂടെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി പക്ഷെ എന്തോ മഹാമോശം കലാസൃഷ്ടി എന്ന രീതിയിൽ ഇത്തരമൊരു പരീക്ഷണ ചിത്രത്തെ ട്രോളുന്നതും പരിഹസിക്കുന്നതും കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാള് അദ്ദേഹത്തിന് എൻ്റെ കരലെടുത്തിട്ടുള്ളത്. പാട്ടുകളാണ് മറ്റൊരു വലിയ ആകർഷണം. സിനിമയുടെ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് അവസാനത്തെ ബെല്ലി ഡാൻസ് ഒഴിച്ച് മറ്റെല്ലാം. പ്രഭുവിന്റെ മലൈക്കോട്ടയിൽ വെച്ച് നടന്ന ഫൈറ്റ് ഇത്തിരി നീളം കൂടുതലാണെങ്കിലും രസമായിരുന്നു കണ്ടിരിക്കാൻ. എനിക്ക് തോന്നുന്നത് ത്രില്ലർ, മാസ് മസാല, ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ടൈപ്പ് സിനിമ ഇങ്ങനെ സ്ഥിരം കാഴ്ചകളിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യപ്പെടരുത് എന്നാണ്. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകയാവും. കഞ്ചാവ് അടിച്ചോണ്ട് എഴുതിയതാ. നിന്റെ തന്ത നീ മരിച്ചില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ.